ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കണ്ണൂർ ആറളത്ത് കഴിഞ്ഞ ദിവസവും ആദിവാസി ദമ്പതികളെ കാട്ടാന ചവിട്ടിക്കൊന്ന സ്ഥലമാണ് ആറളം ഫാം. അവിടെ തമ്പടിച്ച കാട്ടാനകളെ തുരത്താനുള്ള ദൗത്യം ഇന്ന് തുടങ്ങും. 50ഓളം കാട്ടാനകളാണ് പ്രദേശത്ത് തമ്പടിച്ചിട്ടുള്ളത്. വനം വകുപ്പിന്റെ 2 സംഘങ്ങളാണ് ദൗത്യം നടത്തുക. KV ബൈജു വിവരങ്ങളുമായി. ബൈജു, ഈ ആറളം ഫാമിലെ കാട്ടാന ശല്യം അതീവ ദുരിതകരമായ ഒരു അവസ്ഥയിലേക്കാണ് അവിടുത്തെ ആദിവാസികളെ, അവിടെ പുനരധിവസിപ്പിച്ച ആദിവാസികളെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏത് രീതിയിൽ ഈ ദൗത്യം നടത്താനാണ് വനംവകുപ്പ് ആലോചിക്കുന്നത്? തീർച്ചയായും ശ്രീജ, ഓപ്പറേഷൻ എലിഫന്റ് ദൗത്യം എന്ന പേരിട്ട ഈ ദൗത്യം ഇപ്പോൾ ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുന്നു. അതായത് കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വെള്ളിയുടെയും ലീലയുടെയും ആ പ്രദേശം, അതായത് ബ്ലോക്ക് 13 ആദിവാസി പുനരധിവാസ മേഖലയായ ബ്ലോക്ക് 13 ജനവാസ കേന്ദ്രങ്ങളിൽ തമ്പടിച്ച് നിൽക്കുന്ന ആനകളെ തുരത്തുന്ന നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതിനായി 100ഓളം വനപാലകരെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. ഉത്തരമേഖല CCFനാണ് ഇതിന്റെ ചുമതലയുള്ളത്. ഉടൻ തന്നെ സോളാർ ഹാങ്ങിങ് ഫെൻസിംഗിന്റെ സ്ഥാപിക്കാനുള്ള നടപടികളും ആരംഭിക്കും. പ്രധാനമായും മരം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ഈ തടസ്സങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നീക്കിയിരുന്നു. അതോടുകൂടിയാണ് ഈ സോളാർ ഹാങ്ങിങ് ഫെൻസിംഗ് സ്ഥാപിക്കാനുള്ള നടപടി ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ മരം മുറിക്കാനുള്ള നടപടി ഇന്നു മുതൽ തന്നെ ആരംഭിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത്. ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടുകൂടി നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ തടയുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം സർവകക്ഷി യോഗം വിളിക്കുകയും വനം മന്ത്രി തന്നെ നേരിട്ട് ഈ സ്ഥലത്ത് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ നേരത്തെ ഈ ആനമതിൽ നിർമ്മാണമാണ് പ്രധാനമായും ഒരു ആവശ്യം ഉന്നയിച്ചത്. അത് ഈ അടുത്ത മാസത്തോടു കൂടി തന്നെ ആരംഭിക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനായുള്ള ടെൻഡർ നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതിനു പുറമെ ഈ കൊല്ലപ്പെട്ട കുടുംബങ്ങളുടെ മക്കൾക്ക് സർക്കാർ ജോലി നൽകുമെന്ന ഒരു വാഗ്ദാനവും നൽകിയിട്ടുണ്ട്. എന്തായാലും AI സംവിധാനമൊക്കെ ഉപയോഗിച്ച് ഇത്തരത്തിൽ കാട്ടാനകൾ ഈ പ്രദേശം എത്താത്ത രീതിയിലുള്ള മാർഗങ്ങളാണ് ഇപ്പോൾ വനംവകുപ്പ് ആലോചിക്കുന്നത്. എന്നാൽ ഇന്നു മുതൽ ഇതിന്റെ പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നു. വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. അത് മാത്രമല്ല, ഈ പ്രവൃത്തി ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്തെത്തും എന്ന് ഇവർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്തായാലും അടിക്കാട് വെട്ടുന്ന നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും തിരുവനന്തപുരത്ത് ജനപ്രതിനിധികൾ പങ്കെടുത്ത് അവലോകന യോഗം ചേരുന്നുണ്ട്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാകും. എന്തായാലും ആറളം ഫാമിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ 20ഓളം പേരാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായി തന്നെയാണ് സർക്കാരും ഈ വിഷയം ഏറ്റെടുത്തിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ ഇനിയൊരു പ്രതിഷേധമുണ്ടായാൽ അത് വലിയ തോതിൽ സർക്കാരിനെ തന്നെ പ്രതിക്കൂട്ടിലാക്കും. ഇതിനിടയിൽ തന്നെ സണ്ണി ജോസഫ് MLA ഈ കാട്ടാന ആക്രമണത്തിന് ശാശ്വതമായ പരിഹാരം ആവശ്യപ്പെട്ട് ഉപവാസം നടത്തുന്നുണ്ട്. ഏകദിന ഉപവാസം നടത്തുന്നുണ്ട്. ആ ഉപവാസം ഇപ്പോൾ ആറളത്ത് ആരംഭിച്ചിട്ടുണ്ട്. ബൈജു, ഈ കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നപ്പോഴും അവിടെ പറയുന്നത് അവിടെ മതിൽ നിർമ്മിക്കാനുള്ള ശ്രമങ്ങളൊക്കെ പാതി വഴിയിലാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വനം മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായ ചില അസാധാരണ പ്രതികരണങ്ങൾ നമ്മുടെ ന്യൂസ് 18 തന്നെയാണ് പുറത്തു വന്നത്. അത് വനമേഖലയിലേക്ക് പോകുന്നതാണ് പ്രശ്നം, അല്ലെങ്കിൽ മുന്നറിയിപ്പ് അവഗണിക്കുന്നതാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അവിടെ വൻതോതിൽ ആനകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പല ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി കൂടി മാറുന്നില്ലേ? തീർച്ചയായും വനംവകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കി. ഈ പ്രസ്താവന തന്നെയാണ് ജനങ്ങളിലെ ഒരു പ്രതിഷേധത്തിനും കൂടുതൽ പ്രതിഷേധത്തിനും വഴിവെച്ചത്. ഇതിൽ KPCC പ്രസിഡന്റിനെയും അതുപോലെ തന്നെ MV ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലും തടയുന്ന രീതിയിൽ, അതായത് പോലീസിനോ ഏതെങ്കിലും തരത്തിൽ വനപാലകർക്കോ ഇവരെ തടയാൻ പോലും സാധിക്കാത്ത രീതിയിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. ഏറ്റവും ഒടുവിലായി ഈ ആനമതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് മന്ത്രി തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ശ്രീജി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രധാനമാണ്, ഈ മേഖലകളിൽ 50ഓളം ആനകൾ തമ്പടിച്ച് നിൽക്കുന്നുണ്ടെന്ന് വനം വകുപ്പ് തന്നെ പറയുന്നു. ഏത് സമയത്തും ആ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാവുന്ന ഭീതിയുടെ ഒരു സമൂഹം കഴിയുന്നു. ഇത് വലിയൊരു ആദിവാസി പുനരധിവാസ മേഖലയാണ്. ഇവിടെ 3000-ലധികം ഏക്കറിൽ 2000-ഓളം ആദിവാസികളെ പുനരധിവസിച്ച ഒരു പ്രദേശമാണ്. ഏത് സമയത്തും കാട്ടാന എത്തുമെന്ന ഒരു പ്രതീതി. മാത്രമല്ല, ഈ പ്രദേശവാസികളൊക്കെ ഈ കാര്യവും വ്യക്തമാക്കുന്നുണ്ട്. അതായത് കുട്ടികൾക്ക് സ്കൂളിൽ പോലും പോകാൻ കഴിയാത്ത അവസ്ഥ. സാധാരണ പാവപ്പെട്ടവർ കുടിൽ കെട്ടിയൊക്കെയാണ് ഇവിടെ താമസിക്കുന്നത്. ഇവരുടെ ഉപജീവന മാർഗം തന്നെ ഈ കശുവണ്ടി സീസൺ ആയതുകൊണ്ട് തന്നെ കശുവണ്ടി പെറുക്കിയൊക്കെയാണ് ഇവർ ഈ ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. അതിനിടയിലാണ് ഈ വെള്ളിയും അതുപോലെ തന്നെ ലീലിയും കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതിദാരുണമായാണ് കാട്ടാന ഇവരുടെ ആക്രമണത്തിൽ ഇവർ കൊല്ലപ്പെട്ടത്. അത് തന്നെയാണ് വലിയ പ്രതിഷേധം വരുന്നത്. ആ മൃതദേഹങ്ങൾ അവിടുന്ന് കൊണ്ടുപോകാൻ അനുവദിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു.
പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ആംബുലൻസ് തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏറെ പണിപ്പെട്ടാണ് ഇവരെ ഇത്തരത്തിൽ ചർച്ചയിലൂടെ ഇത് പരിഹാരമുണ്ടാക്കിയത്. മന്ത്രി നേരിട്ടെത്തണമെന്ന ഒരു ആവശ്യം ഉന്നയിച്ചു. അതോടുകൂടി വനം മന്ത്രി സ്ഥലത്തെത്തുകയും ഈ കാര്യങ്ങൾ ഇതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, മാത്രമല്ല അടിക്കാട് വെട്ടാൻ ഇതര സംസ്ഥാന തൊഴിലാളി ഏൽപ്പിച്ച നടപടി അത് സംബന്ധിച്ച അന്വേഷണം ആരംഭിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇത്തരം അന്വേഷണമൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതല്ല, ഈ കാട്ടാനകളെ പൂർണ്ണമായും ഇവിടെ നിന്നും തുരത്തണമെന്നൊരു ആവശ്യമാണുള്ളത്. അതിനുള്ള നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. 100ഓളം വനപാലകരെയാണ് ഇതിനായി നിയോഗിച്ചിട്ടുള്ളത്. ഈ പൂർണ്ണമായും ഈ കാട്ടാനകളെ ഇവിടെ നിന്നും തുരത്തുന്ന നടപടി ആദ്യഘട്ടത്തിൽ ഉണ്ടാകും. കാടുകൾ വെട്ടുന്ന നടപടികൾ ഇന്ന് തന്നെ ആരംഭിക്കും. 11 കിലോമീറ്ററിലാണ് ഈ ആനമതിൽ നിർമ്മാണം പറഞ്ഞിട്ടുള്ളത്. അതിൽ 4 കിലോമീറ്റർ മാത്രമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. അതായത് 2020 പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് ഇത്രയും വർഷമായിട്ട് ഇഴഞ്ഞു നീങ്ങുന്നത്. അത് തന്നെയാണ് ഇവിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ ഈ ജീവൻ പൊലിയാനുള്ള ഒരു പ്രധാന കാരണം. ഈ ആനമതിൽ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഇത്തരമൊരു സംഭവം, ദാരുണമായ ഒരു സംഭവം ഉണ്ടാകില്ലായിരുന്നു എന്ന് തന്നെയാണ് പ്രദേശവാസികളും പറയുന്നത്. എന്തായാലും വലിയ ഭീതിയോടെ ഇപ്പോഴും ഇവിടെ ഈ ആളുകൾ കഴിയുന്നുണ്ട്. ഈ താൽക്കാലിക ആശ്വാസം എന്ന് പറയുന്നത് ഈ നടപടികൾ ആരംഭിച്ചു എന്നതാണ്. RRTയുടെ പ്രത്യേക 3 സംഘങ്ങൾ ഇവിടെ ഉണ്ട്. അതിന് പുറമെയാണ് മറ്റ് ജില്ലകളിൽ നിന്നുള്ള വനപാലകരെയൊക്കെ നിയോഗിച്ചുകൊണ്ടുള്ള ഇപ്പോൾ ഈ പ്രവർത്തികൾ ആരംഭിച്ചിരിക്കുന്നത്. ശരി, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ആറളം ഫാമിന് സമീപത്ത് തമ്പടിച്ചിട്ടുള്ള 50ഓളം കാട്ടാനകളെ തുരത്താനുള്ള ശ്രമങ്ങളാണ് ഇന്ന് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നത്.